അത് സിമ്പിളാണ് ഈ ഫാമിലി. ഒരു സാധാരണ ഹെഡ് മാസ്റ്റർ ആയിട്ടുള്ള അച്ഛൻ, വളരെ സാധാരണക്കാരിയായ തയ്യൽക്കാരിയായ വീട്ടമ്മയായ അമ്മ, നല്ല അടക്കവും ഒതുക്കമുള്ള ഒരു സിമ്പിളായ മകൾ, എല്ലാറ്റിലും ഉപരി അപ്പാവിയായ ഒരു മെഡിക്കൽ ഷോപ്പ് ഉടമ കൂടിയായ കൊച്ചച്ഛൻ. ഈ ഒരു സിമ്പിൾ കുടുംബത്തിന്റെ ഒരു ഫീൽ ഗുഡ് പടം. അങ്ങനെ ബ്ലാസ്റ്റ് കണ്ടു. സുഭാഷ് കെ രാജ് സംവിധാനം ചെയ്ത പടമാണ്. അർജുൻ, അഭിരാമി, പ്രീതി മുകുന്ദൻ, വിവേക് പ്രസന്ന, അർജുൻ ചിദംബരം തുടങ്ങിയവരൊക്കെയാണ് പ്രധാന വേഷങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഈ തമിഴ് ആക്ഷൻ സിനിമയെ കുറിച്ച്. രാജാറാം, ഭാര്യ നീലവേണി, മകൾ നീല, അനിയൻ, ഇത്രയും പേരടങ്ങിയ ഒരു മിഡിൽ ക്ലാസ് കുടുംബമാണ് പുള്ളിയുടേത്. ഇവരുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കപ്പെടാതെ എത്തുന്ന അതിഥികളെ ഇവരെങ്ങനെ മനോഹരമായിട്ട് സിമ്പിൾ ആയിട്ട് കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് ബ്ലാസ്റ്റ് എന്ന സിനിമ പറയുന്നത്. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ കിടിലം പടം. സത്യം പറഞ്ഞാൽ എനിക്ക് എന്താണെന്നറിയത്തില്ല, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഈ മാസം തിയേറ്ററിൽ പോയി ഞാൻ കണ്ട പടങ്ങളിൽ എനിക്ക് ഏറ്റവും തൃപ്തി നൽകിയ പടം ഇതാണെന്ന് പറയാം. എന്തോരം വമ്പൻ ഐറ്റംസ് ആണ് ഈ മാസം വന്നത്. ആ ഒരു ഹൈപ്പിൽ വന്ന ഒറ്റ സാധനം എനിക്ക് പൂർണ്ണമായിട്ടും തൃപ്തി നൽകിയിട്ടില്ല എന്നുള്ളതാണ്. വമ്പൻ സൂപ്പർ മെഗാ സ്റ്റാർസ് ഓഫ് തമിഴ്, മലയാളം ഒക്കെ അണിനിരന്ന പടങ്ങളായിരുന്നു. പക്ഷെ പെട്ടെന്ന് കയറി റിലീസായ ഈ ഒരു ചെറിയ പടമാണ് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയാം. ഈ വർഷത്തെ ഏറ്റവും കിടിലം പടം എന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ, അങ്ങനെ തള്ളിമറിക്കൊന്നുമില്ല. പക്ഷെ ഇതിന് വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷൻ തരാൻ പറ്റി എന്നുള്ളതാണ്. യാതൊരു ഹൈപ്പും ഇല്ലാതെ വന്നുകൊണ്ട് കൂടിയാവാം. ഇതിന്റെ ട്രെയിലർ കണ്ടപ്പോഴേ ഞാൻ ഇത് കാണണമെന്ന് കരുതുകയാണ്. ഇന്നലെ ഞാൻ ഇവിടുത്തെ തിയേറ്ററിൽ വൈകിട്ടത്തെ ഷോയ്ക്ക് പോയപ്പോൾ ഷോ നടന്നില്ല, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് ഞാൻ രാവിലെ നോക്കിയപ്പോൾ 6 ടിക്കറ്റ് ബുക്ക് ആയിട്ടുണ്ട്. സോ ഇത് എങ്ങനെയെങ്കിലും നടക്കണമെന്ന് വിചാരിച്ച സത്യത്തിൽ ഞാൻ ഒരു പോസ്റ്റ് അല്ലെങ്കിൽ സ്റ്റോറി വരെ ഇട്ടു. ഒരു ടിക്കറ്റ് ഞാൻ ഫ്രീ ആയിട്ട് എടുക്കാം, ആരെങ്കിലും ഉണ്ടോ കറിച്ചാലിൽ നിന്ന്. പക്ഷെ ഒരു റിപ്ലൈ പോലും വന്നില്ല. ഏതായാലും ചെന്നപ്പോഴ് 10 പേരുണ്ടായിരുന്നു, ഷോ നടന്നു, അതുകൊണ്ട് കാണാൻ പറ്റി. കണ്ടത് ഭാഗ്യമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ഇതിനിപ്പോ മിസ്സായി പോയിട്ട് OTT റിലീസായി കഴിയുമ്പോഴത്തേക്കിനും ഷോ ഇത് തിയേറ്ററിൽ കാണേണ്ടതായിരുന്നല്ലോ എന്നൊരു സങ്കടം തോന്നേണ്ട അവസ്ഥ വന്നില്ല. സോ ഗൈസ്, ഇത് കിടിലം പടമാണ്. എന്തുകൊണ്ടാണ് ഇതിന് ആളില്ലാത്തതൊന്നും എനിക്ക് അറിയത്തില്ല. പടത്തിലേക്ക് വരാം. ആക്ഷൻ പടമാണ്. പക്ഷേ ഈ അണ്ടർ ഡോഗ് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഒരു നോബഡി എന്ന് പറയാവുന്ന കഥാപാത്രങ്ങൾ, അവർക്ക് മാക്സിമം ഷൈൻ ചെയ്യാൻ പറ്റുന്ന അത്തരത്തിലുള്ള സീൻസ് ഉള്ള, അവർക്ക് മാസ് കൊടുക്കുന്ന പടം എന്ന് പറഞ്ഞാൽ അത് തരുന്ന ഒരു ഹൈ ഭയങ്കര വലുതാണ്. കാരണം നമ്മളൊക്കെ സാധാരണ മനുഷ്യരാണ്. ഈ സാധാരണ ആൾക്കാർ അസാധാരണമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പൊ നമുക്ക് ആ ഒരു ക്യാരക്ടേഴ്സുമായിട്ട് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമുക്കൊരു സന്തോഷം കിട്ടും. സോ ഈ പടം ഫുൾ കാണുമ്പോൾ അത്തരത്തിലുള്ള ഒരു സന്തോഷമാണ് കിട്ടുന്നത്. മാത്രമല്ല, സാധാരണ ഇത്തരം പടങ്ങളിൽ വരുമ്പോൾ ഒന്നുകിൽ നായകൻ ഒരാൾക്ക് മാത്രമായിരിക്കും ഇത്രയും കിടിലൻ ക്യാരക്ടർ കിട്ടുക. പക്ഷെ ഇതൊരു ഫുൾ ഫാമിലി കിടുവായിട്ട് വരുമ്പോൾ അത് ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ. സോ ഇങ്ങനെ വേണമെടാ മാസ് എന്നെനിക്ക് പറയാൻ തോന്നി. എനിക്കിതിലെ ഓരോ ക്യാരക്ടേഴ്സിനെയും ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, അവരുടെ സ്പെഷ്യാലിറ്റി ഒക്കെ പറയുമ്പോൾ, കാണിക്കുമ്പോൾ ഒക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഭയങ്കര ലോജിക് ഒന്നും പറയാൻ പറ്റുന്ന ഒരു കഥയൊന്നും അല്ല ഈ പടത്തിനുള്ളത്. ലോജിക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിലെ പല കാര്യങ്ങളും നടക്കില്ല എന്ന് തന്നെ നമുക്കറിയാം. പക്ഷെ എന്നിട്ടും പടം ആസ്വദിക്കാൻ പറ്റും എന്നുള്ളതാണ് അതിന്റെ ഒരു പോസിറ്റീവ്. ഇതാണ് ശരിക്കും നോ ലോജിക് ഒൺലി മാഡ്നസ് എന്ന് പറയാം. ലോജിക്കിനുപരി ഇത്തരത്തിലുള്ള ആക്ഷൻ പടങ്ങൾക്ക് ശരിക്കും വേണ്ടത് നമ്മളെ കൺവിൻസ് ആക്കുക എന്നുള്ളതാണ്. അത് ഈ പടത്തിന് സാധിക്കുന്നുണ്ട്. അതിനേക്കാൾ ഏറ്റവും വലിയ കാര്യം ഒരു സ്ട്രോങ് ഇമോഷണൽ ബോണ്ട് പ്രേക്ഷകർക്കും ഈ സിനിമയിലെ കഥാപാത്രങ്ങൾക്കും തമ്മിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഇവിടെ വരുന്ന മിക്ക ആക്ഷൻ പടങ്ങൾക്കും ഇല്ലാത്തത് അതാണ്. ഇതിലെ സ്ട്രോങ് ഇമോഷണൽ അറ്റാച്ച്മെന്റ് നമുക്ക് ഇതിലെ കഥാപാത്രങ്ങളോട് തോന്നുന്നുണ്ട്. അതാണ് ഇതിലെ ഏറ്റവും വലിയ പോസിറ്റീവ്. അതുകൊണ്ട് തന്നെ നമുക്ക് സീറ്റിൽ ഇരിപ്പുറയ്ക്കാതെ കൊടുക്കടാവനിട്ട് എന്ന് നമുക്ക് തന്നെ പറയാൻ തോന്നും. അതാവണം ഒരു ആക്ഷൻ പടത്തിന്റെ സ്ക്രിപ്റ്റിന്റെ മാജിക്ക്. ഇതിലെ ഹോം ഇൻവേഷൻ സീനൊക്കെ ഇത്രയ്ക്ക് ഹൈ തരുന്നതും അതുകൊണ്ട് തന്നെയാണ്. പടത്തിന്റെ ഫസ്റ്റ് ഒരു ഇന്റർവ്യൂ ഒക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ലാഗ് ഒക്കെ ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷെ അവിടെ കുറെ കാര്യങ്ങൾ ഇവരിങ്ങനെ പറഞ്ഞ് എസ്റ്റാബ്ലിഷ് ചെയ്ത് വെക്കുന്നുണ്ട്. നമുക്ക് സില്ലി ആയിട്ട് ചിലപ്പോൾ തോന്നുന്ന ചില കാര്യങ്ങൾക്ക് പോലും സ്ക്രിപ്റ്റിൽ പിന്നീട് പേ ഓഫ് കൊടുക്കുന്നുണ്ട്. അതൊക്കെ കിടുവായിട്ട് തോന്നി. സോ നല്ല സ്ക്രിപ്റ്റ്, ഗംഭീര ഐറ്റം എന്നല്ല, പക്ഷെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ്, നല്ലതായിട്ട് എഴുതിയ അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കിടിലൻ ക്യാരക്ടേഴ്സ്, അതും പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആണ് ഓരോ കഥാപാത്രങ്ങൾക്കും കൊടുത്തിരിക്കുന്നത്. അവരുടെ എല്ലാം കിടിലനായിട്ടുള്ള പെർഫോമൻസ് ഉണ്ട്. ഇതിലെ വില്ലന്മാരും വളരെ സ്ട്രോങ്ങും അതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സും ആണ്. ഒപ്പം വിമൻ എംപവർമെന്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. ഒട്ടും ഫോഴ്സ്ഡ് ആണെന്ന് തോന്നിക്കാത്ത വിധത്തിൽ വളരെ സ്വാഭാവികമായിട്ട് കഥയുമായിട്ട് അത് ബ്ലെൻഡ് ചെയ്ത് പോയിട്ടുണ്ട്. നായികമാർക്ക് തുല്യ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ആണ് പടത്തിൻ്റെത്. പെർഫോമൻസിൽ ആക്ഷൻ കിങ് അർജുൻ, ഞങ്ങളെയൊക്കെ പോലെയുള്ള 90s 80s കിഡ്സിന്റെ ഒക്കെ ആക്ഷൻ അല്ലെങ്കിൽ അടിപ്പടങ്ങളോടുള്ള ഇഷ്ടത്തിന് തുടക്കം കുറിച്ച നായകന്മാരിൽ ഒരാളാണെന്ന് പറയാം ഇന്ത്യയിൽ. ഇപ്പൊ മലയാളത്തിൽ ബാബു ആന്റണിയെ പോലെ തമിഴിൽ അർജുൻ, അങ്ങനെയായിരുന്നു. പുള്ളി ഒരു ഹീറോ ആയിട്ട് ഇതുപോലെ ഒരു ക്യാരക്ടറിൽ ഇപ്പോൾ വീണ്ടും വരുന്നത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ അഭിരാമി, ആക്ഷൻ സീനുകളും മാസ് പോർഷൻസ് ഒക്കെ ഇജ്ജാതി കൺവിൻസിംഗ് ആയിട്ടാണ് അഭിരാമി ചെയ്തു വെച്ചിരിക്കുന്നത്. നല്ല കിടിലം പെർഫോമൻസ് ആയിരുന്നു പുള്ളിക്കാരുടെ. ബോഡി ട്രാൻസ്ഫോർമേഷൻ ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരി നന്നായിട്ട് ട്രെയിനിങ്ങും സ്വീകരിച്ചിട്ടുണ്ടെന്ന് കാണാനുണ്ട് എന്നുള്ളതാണ്. അർജുനൊപ്പം തന്നെ കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണത്. പൊളിച്ചടുക്കിയിട്ടുണ്ട് അഭിരാമി. അതുപോലെ തന്നെയാണ് പ്രീതി മുകുന്ദനും. പ്രീതിയുടെ ഇൻട്രോ സീൻ തന്നെ ഒരു വല്ലാത്ത ഹൈ നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. ആ ക്യാരക്ടർ ആർക്ക് കാണിച്ചിരിക്കുന്നതും രസമുണ്ടായിരുന്നു. ഇതിലിപ്പം മകളെ വെച്ചിട്ട് ഇവർക്ക് വേണമെങ്കിൽ ഒരു പ്രണയം, കാമുകൻ, ആ സെറ്റപ്പിൽ ടിപ്പിക്കൽ ക്ലീഷേ മസാല ഐറ്റംസ് ആയിട്ട് പോകാമായിരുന്നു.
പക്ഷെ അനാവശ്യമായിട്ടുള്ള ഒരു പാട്ടോ റൊമാൻസ് ട്രാക്കോ അങ്ങനെയൊന്നും പടത്തിൽ ഇവർ കൊടുത്തിട്ടില്ല. ആ ക്യാരക്ടർ ആണെങ്കിലും പുള്ളിക്കാർ നല്ല കൺവിൻസിംഗ് ആയിട്ട് ചെയ്തിട്ടുമുണ്ട്. പുള്ളിക്കാരുടെ ഫ്ലെക്സിബിലിറ്റിയും എടുത്തു തന്നെ പറയണം. അതുപോലെ തന്നെ അഭിരാമി ആണെങ്കിലും അവരെ കുറിച്ച് ഒരു ചെറിയ കാര്യം പറഞ്ഞിട്ട് കസേരയിൽ ഇരിക്കുമ്പോൾ ഒരു ഹെവി ഇൻട്രോ വിത്ത് കിടിലം ബീജിയം കൊടുത്തിട്ടുണ്ട്. ആ ഐറ്റം ഒക്കെ സത്യം പറയാം ഭയങ്കര റൊമാൻറ്റിഫിക്കേഷൻ തരുന്ന നായികമാർക്ക് കൊടുത്തിട്ടുള്ള ഇൻട്രോ ഈ അടുത്ത കാലത്ത് ഇത്രയും സംതൃപ്തി നൽകുന്ന വിധത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് പറയാം. ഇവർക്ക് ആക്ഷൻ കൊറിയോഗ്രഫി കൊടുത്ത സ്റ്റണ്ട് മാസ്റ്റർമാർക്കും പ്രത്യേക അഭിനന്ദനം നൽകണം. ജോൺ കൊക്കനാണ് ഇതിലെ വരുൺ ദയാളൻ എന്ന വില്ലൻ കഥാപാത്രമായിട്ട് വരുന്നത്. പുള്ളിയാണ് മെയിൻ വില്ലൻ. പുള്ളിക്കാരനേക്കാൾ കിടുവായിട്ട് എനിക്ക് തോന്നിയത് അർജുൻ ചിദംബരം എന്ന നടൻ ചെയ്ത ഒരു ഹെവി സൈക്കോ വില്ലൻ ക്യാരക്ടർ ഉണ്ട്. പുള്ളി ഇടലനായിരുന്നു. എനിക്ക് ഇതിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട വേറൊരു ക്യാരക്ടർ നമ്മുടെ നായകൻ അർജുന്റെ അനിയനായിട്ട് വന്ന വിവേക് പ്രസന്നയുടേതാണ്. പിന്നെ പോലീസ് ഇൻസ്പെക്ടറായി ദിലീപൻ, ടോബിയായി വിനോദ് സാഗർ രണ്ടുപേരും കൊള്ളാമായിരുന്നു. ടെക്നിക്കലി ടോപ്പ് നോച്ച് ആയിട്ടുള്ള ഒരു പടമാണെന്ന് പറയാം. ക്യാമറ എഡിറ്റിംഗ് എല്ലാം നൈസ് ആയിരുന്നു. അതുപോലെ ഇന്നലെ കാട്ടാളനിൽ വെറുപ്പിച്ചതിന്റെ ക്ഷീണം രവി ബസ്രൂർ ഈ പടത്തിൽ തീർത്തിട്ടുണ്ട്. നല്ല കിടിലനായിട്ട് തന്നെ മ്യൂസിക് ആൻഡ് സ്കോർ ചെയ്തിട്ടുണ്ട്. എന്നാൽ സൈലൻസ് കൊടുക്കേണ്ടിടത്ത് പുള്ളിക്കാരൻ സൈലൻസ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. സംവിധായകന്റെ ചിലപ്പോൾ ഇടപെടലുകളൊക്കെ ഉണ്ടാവാം. സോ ഇതിന്റെ ഡയറക്ഷനും കിടുവാണ്. ഇനി പടത്തില് നെഗറ്റീവ്സ് ഒന്നും ഇല്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഇത് അവസാനം എത്തുമ്പോൾ ഒരു സ്ഥിരം തമിഴ് രക്ഷകൻ, ഏഴൈപ്പാസം, മക്കൾ പാസം ഒക്കെ ആയിട്ട് മാറുന്നുണ്ട്. അതുപോലെ തന്നെ ഇഷ്ടം പോലെ ലോജിക്കൽ ഇഷ്യൂസും പടത്തിലുണ്ട്. പ്രത്യേകിച്ച് ആക്ഷൻ സീൻസിലൊക്കെ ആണെങ്കിലും ഒരുപാട് ആൾക്കാർ വരുന്നു, അവരെ എല്ലാം അടിച്ചൊതുക്കുന്നു, അങ്ങനത്തെ ഐറ്റംസ് ഇതിലുണ്ട്. പക്ഷെ ഓവറായിട്ട് അത് നമ്മുടെ ആസ്വാദനത്തെ ബാധിക്കുന്നില്ല. മാക്സിമം കൺവിൻസ് ചെയ്യിപ്പിക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെ വില്ലന്മാര് മല പോലെ വന്നിട്ട് എലി പോലെ ലാസ്റ്റ് പോയോ എന്ന് ചെറിയൊരു ഡൗട്ടും തോന്നാനുള്ള സാധ്യതയുണ്ട്. സോ മൊത്തത്തിൽ ഒരു കിടിലൻ ആക്ഷൻ ഫാമിലി പടമാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. ഇത് ഒന്നുകൂടി തിയേറ്ററിൽ കാണണമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ആഗ്രഹം. പക്ഷെ ഇത് തന്നെ ഷോ നടന്ന വലിയ കാര്യം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി ഇത് കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഇവിടെ ഞങ്ങളുടെ അടുത്തുള്ള പുതിയ തിയേറ്റർ, അതായത് 4K ലേസർ ഡോൾബി അറ്റ്മോസ് സ്ക്രീനിലാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ ഒരു കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നല്ല സ്ക്രീനുള്ള നല്ല സൗണ്ട് സിസ്റ്റം ഉള്ള തിയേറ്ററിൽ കാണാൻ ശ്രമിക്കുക. പക്ഷേ ഈ പടമൊക്കെ സാധാരണ തിയേറ്റർ കണ്ടാലും ചിലപ്പോൾ നിങ്ങൾക്ക് വർക്കാകും. കാരണം അജാതി മേക്കിങ്ങും സ്ക്രിപ്റ്റും പെർഫോമൻസും ഒക്കെയാണ്. നല്ല ക്വാളിറ്റിയുള്ള ഐറ്റമാണ്. ഇതിനി വേണമെങ്കിൽ ഇവർക്ക് ഇങ്ങനെ ഒരു സീക്വൽ പോലെ ഇറക്കാനും പറ്റും. പക്ഷെ ഇതിന്റെ പേഴ്സണൽ അഭിപ്രായം മാത്രമാണ്. നിങ്ങൾക്ക് ഒരുപാട് പോസിറ്റീവ് ഒക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കിനും ഹൈപ്പ് കൂടി ഓവർ പ്രതീക്ഷ കൊണ്ട് ഈ പടം പോയി കണ്ടാൽ ചിലപ്പോൾ വലിയ സംഭവമൊന്നും അല്ലല്ലോ എന്ന് തോന്നാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ ഒക്കുകയല്ല. സോ പടം നിങ്ങൾക്ക് തിയേറ്ററുകളിൽ കാണാം. 2 മണിക്കൂർ 24 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. പക്ഷെ 1 മിനിറ്റ് പോലും നിങ്ങളെ ബോറടിപ്പിക്കില്ല എന്നുള്ളതാണ്. 18+ അല്ല, പക്ഷേ വയലൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് US 16+ ആണെന്ന് പറയാം. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി.